പലതും കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദൗത്യം. മുനിസിപ്പൽ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്ന അവസരത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട അംഗങ്ങളെ അങ്ങോട്ട് വിടുക എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഓരോരുത്തരുടെയും, മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ MAയും M.Edും B.Edും PhD ഒക്കെ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരു ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം കൊള്ളും. കേരളത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തുമാകുമായിരുന്നു? ഇത് കായംകുളമാണ്. മറ്റു ചിലർ മായംകുളം എന്ന് വിളിക്കുമ്പോഴും മായങ്ങൾ മുഴുവനും മാറ്റിയ ഒരു മഹാ തേജസ്സായിരുന്നു മഹാനായ ശ്രീനാരായണൻ. കായംകുളം അദ്ദേഹത്തിന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്ന അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. കായംകുളത്തെ അന്നത്തെ 23-ാമത്തെ വയസ്സിൽ കായംകുളത്തേക്ക് ശ്രീനാരായണങ്ങളുണ്ട്, വീട്ടിലെ പ്രാരാബ്ധങ്ങളുണ്ട്. ഇപ്പോഴും കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി മോഹൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വിദ്യാർത്ഥികൾ. ഞാൻ അതിനോട് പറഞ്ഞത്, നീ തൽക്കാലത്തേക്ക് നടന്ന് ശാന്തമായി 1-2 വർഷം കൊണ്ട് നീ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുക. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ വേണ്ടി പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പലതരത്തിൽ വിദ്യാഭ്യാസം, പണം ഉണ്ടായതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല. അത് നമ്മൾ ആലോചിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാമ്പസിലേക്ക്, MSN ക്യാമ്പസിലേക്ക് കടന്നു വരുന്നത് അസിസ്റ്റന്റ് കളക്ടർമാരുണ്ട്, 55 കഴിഞ്ഞവരുണ്ട്. മലയാളത്തിലെ ആപാലബുദ്ധി ജനങ്ങളും എന്ന് പറയുന്നത് പോലെ വൃദ്ധരായ ആളുകളുണ്ട്. നമ്മുടെ ഒരു ആചാര്യമുണ്ട് അവിടെ, പേര് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ പത്തിയുള്ള അദ്ദേഹത്തിന് 75 വയസ്സിൽ കൂടുതലുണ്ട്. അദ്ദേഹവും പഠിക്കുന്നുണ്ട്. പഠനം ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്നത് പോലെ തന്നെ ഇത് ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സാണ്.